നമസ്തേ ഓൾ. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. നോക്കാം അതിൽ എന്തൊക്കെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസിൽ കൂടുതലും ചോദിക്കുന്നത് ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റി തരും, മൂന്നാമത്തത് അൺനോൺ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് തരും, ചിലപ്പോൾ ഡിസ്റ്റൻസും ടൈമും തരും, ദെൻ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡും ടൈമും തരും, എന്നിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ അല്ല ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ നമുക്ക് ബാക്കി രണ്ടെണ്ണം ഈസി ആയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു കോഡുണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻസ്, ഇവിടെ സ്പീഡ്, ടൈം ഇങ്ങനെ എഴുതിയേക്കണം. DST ഇത് ഇങ്ങനെ ഓർത്തിരുന്നാൽ DST എന്നുള്ള ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഡിസ്റ്റൻസിനെ മറിച്ച് പിടിക്കുക, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്പീഡാണെങ്കിൽ സ്പീഡിനെ മറിച്ച് പിടിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് സ്പീഡ്. ഇനി നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ ടൈമിനെ മറിച്ച് പിടിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കും എന്ത്, ടൈം എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് ഓർത്തിരിക്കാനുള്ളൊരു കോഡാണിത്. കേസുകളിൽ അല്ലെങ്കിൽ സാധാരണ തരുന്ന പ്രോബ്ലങ്ങളിൽ നമ്മൾ സ്പീഡ് തരുന്നത് ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡിൽ, അതല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഓരോ ക്വാണ്ടിറ്റി ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതായിരിക്കും, അത് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതായിരിക്കും. അത് നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള കൺവേർഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ, ക്വാണ്ടിറ്റി സ്പീഡ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ, മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ 1 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയാണ് തന്നേക്കുന്നതെങ്കിൽ, ഓക്കെ. അപ്പോൾ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ അതിനെ 18 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 18 ഡിവൈഡ് ബൈ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 18 ഡിവൈഡഡ് ബൈ 5 കിലോമീറ്റർ പെർ അവർ. അതായത് ക്വസ്റ്റ്യനിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ 18/5 ആണ്, അതല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 3600 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഈ വാല്യൂ ഓർത്തിരിക്കണം എന്നില്ല, 18/5 എന്നുള്ള വാല്യൂ ഓർത്തിരിക്കുക. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചെറിയ വാല്യൂവിനെ വലിയ വാല്യൂ ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലെ വലിയ വാല്യൂ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ന്യൂമറേറ്ററിൽ വലിയ വാല്യൂ ആയിരിക്കണം. അപ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുപോലെ തന്നെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണമെങ്കിൽ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് കൺവേർഷൻ നടത്തേണ്ടത് എങ്ങോട്ടാണ്, മീറ്റർ പെർ സെക്കൻഡിലോട്ടാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, 5/18 കൊണ്ട് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓർത്തിരിക്കാനുള്ള കാര്യം എന്താണ്, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയാണ് കിലോമീറ്റർ എന്ന് പറയുന്നത്, മീറ്റർ എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡായി ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ ഉള്ള വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5/18 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ പ്രോബ്ലത്തിൽ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വന്നിരിക്കുകയാണ്, സ്പീഡ് തന്നിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിനെ ഞാൻ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 18/5 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെയെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 20 × 18/5 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 20 × 18/5 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്യാമല്ലോ, 5 20 ക്യാൻസൽ ചെയ്താൽ 4, 18 × 4 72 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്തിന് ഇക്വലൻ്റ് ആണ്, 72 കിലോമീറ്റർ പെർ അവറിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 36 കിലോമീറ്റർ പെർ അവറാണെന്ന് വെച്ചു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ 36 കിലോമീറ്റർ പെർ അവറാണ്. അതിനെ എനിക്ക് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്,
5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞത്. അതായത് 36 km/h എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? 36 × 5/18 m/s. ദാറ്റ് ഈസ് ഈക്വൽ ടു 18ഉം 36ഉം കട്ട് ചെയ്താൽ 2, 5 × 2 10 m/s എന്ന് വരും. ഓക്കെ, ഇപ്പോൾ കൺവേർഷൻ മനസ്സിലായല്ലോ. അപ്പോൾ m/s km/h ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, km/h m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബിയിലേക്ക് നമ്മൾ എക്സ് m/s അല്ലെങ്കിൽ എക്സ് km/h ആണ് സഞ്ചരിക്കുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് എക്സ് km/h സഞ്ചരിക്കുന്നതെന്ന് വയ്ക്കുക. ബിയിൽ നിന്ന് എയിലേക്ക് വൈ km/h സഞ്ചരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2 × xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും. 2 × xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് എക്സ് km/h യാത്ര ചെയ്യുന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വൈ km/h യാത്ര ചെയ്യുന്നു. സെയിം ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ കവേഴ്സ് എ സർട്ടൺ ഡിസ്റ്റൻസ് ബൈ കാർ driving at 60 km/h and he returns back to the starting point riding on a scooter at 40 km/h. Find his average speed for the whole journey. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരാൾ ഇപ്പോൾ എ എന്നുള്ള പൊസിഷനിൽ നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് എ എന്നുള്ള സ്ഥലത്ത് നിന്ന് ബി എന്നുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. കവേഴ്സ് എ സർട്ടൺ ഡിസ്റ്റൻസ് ബൈ കാർ ഡ്രൈവിംഗ് അറ്റ് 60 km/h 60 km/h യാത്ര ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഹി റിട്ടേൺസ് ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് ചെയ്യുന്നത് എന്താണ്? സ്കൂട്ടറിൽ വരുവാണ്. സ്കൂട്ടറിൽ വരുമ്പോൾ 40 km/h തിരിച്ചു വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഹോൾ ജേർണിയുടെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ 2xy / x + y എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും സെയിം ഡിസ്റ്റൻസ് ആണ് അത് യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലോർത്തിട്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ് ചെയ്യാനുള്ളത്? 2xy / x + y ആണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്പീഡ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ 2 times എടുക്കുക, എന്നിട്ട് അതിൻ്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 × xy. 2 × xy എന്ന് പറയുമ്പോൾ 60 × 40 divided by 60 + 40 100. Okay, then 60 + 40 100. So 100 cancel ചെയ്യാം. That's equal to 48 km/h ആയിരിക്കും അവിടുത്തെ ആവറേജ് സ്പീഡ്. അപ്പോൾ ഇവിടെ km/h എഴുതാൻ കാരണം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ക്വാണ്ടിറ്റിയും ഏതിലാണ്? km/h തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? km/h തന്നെയായിരിക്കും. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി km/h പകരം m/s തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, നമ്മുടെ ഓപ്ഷൻസ് ഏത് രീതിയിലാണ്, km/h അതോ m/s എന്നുള്ളത് നോക്കിയിട്ട് ഇവിടെ കൺവേർഷൻ കൊടുക്കണം. ഇപ്പോൾ m/s 60 m/s എന്നാണ് തന്നിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓപ്ഷൻസ് km/h ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 60 m/s എന്നുള്ളതിനെ km/h കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സെയിം യൂണിറ്റ്സ് ആയിരിക്കണം എന്ന സാരം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 48 km/h. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. എ ട്രെയിൻ runs at the speed of 90 km/h and crosses 250 meter long platform in 30 seconds. What is the length of the train? അപ്പോൾ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് 90 km/h ആൻഡ് ക്രോസസ് എ 250 meter ലോങ് പ്ലാറ്റ്ഫോം ഇൻ 30 seconds എന്നാണ് പറഞ്ഞേക്കുന്നത്. 30 സെക്കൻഡിൽ 250 meter നീളമുള്ള പ്ലാറ്റ്ഫോമിനെ അത് ക്രോസ് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് 90 km/h ആണ്. അങ്ങനെയെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് 250 meter, ദെൻ 450 meter, 300 meter, 500 meter. അപ്പോൾ ഇതിൽ സ്പീഡ് നമുക്ക് km/h തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 250 meter ആണ്. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 30 seconds ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ സ്പീഡിനെ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക, ഇവിടെ മീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി 90 km/h എന്നുള്ളതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? m/s മാറ്റണം. അപ്പോൾ 90 km/h നമ്മൾ m/s ആക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? വലിയ ക്വാണ്ടിറ്റിയാണ്, അതിനെ ചെറിയ ക്വാണ്ടിറ്റി ആക്കണം, m/s മാറ്റണം. അപ്പോൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം?
ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ വരുന്ന നമ്പർ അതേതാണ് 5/18 ആണ്. അപ്പോൾ 90 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 90 km/h മീറ്റർ പെർ സെക്കൻഡോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 90 × 5/18 മീറ്റർ പെർ സെക്കൻഡ് വരും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 5 25 എന്ന് വരും. 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 90 km/h 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. നമ്മുടെ ടൈം തന്നിട്ടുണ്ട് 30 സെക്കൻഡാണ്. ടൈം 30 സെക്കൻഡാണ് തന്നിട്ടുണ്ട് അല്ലേ, 30 സെക്കൻഡ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ? ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് എക്സ് ആയിട്ട് സപ്പോസ് ചെയ്യാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് എടുക്കുക. അങ്ങനെയെങ്കിൽ ഈ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം നമുക്ക്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിൻ്റെ ഫുൾ ലെങ്ത്തും അല്ലേ, ക്രോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രെയിനിൻ്റെ ഫുൾ ലെങ്ത്തും അതായത് എക്സും പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യണമല്ലോ. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 250 മീറ്ററാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ എടുത്ത ദൂരം എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 250 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സ് പ്ലസ് 250 എന്നുള്ളത് ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സ്പീഡ് എത്രയാണ് തന്നേക്കുന്നത്? സ്പീഡ് തന്നിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ കൺവേർട്ട് ചെയ്ത് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാലോ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് അല്ലേ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ സ്പീഡ് 25 ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 250 ആണ്. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടൈം 30 സെക്കൻഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുക്കാമല്ലോ. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് പ്ലസ് 250 എന്ന് പറയുന്നത് 25 × 30 ദാറ്റ് ഈസ് എക്സ് പ്ലസ് 250 ഈക്വൽ ടു 25 × 30 എന്ന് പറയുമ്പോഴത്തേക്കും 750 അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 750 മൈനസ് 250 ദാറ്റ് ഈസ് 500. സോ എക്സ് എത്രയാണ്? 500 ആണ്. അതായത് ആ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? 500. ഇനി യൂണിറ്റ് ഏതാണ്? മീറ്റർ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറഞ്ഞാൽ 500 മീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 50 miles/hour for 2.5 hours, then travels at a speed of 70 miles/hour for 1.5 hours. How far did the train travel in the entire 4 hours? Options 120 miles, 150 miles, 200 miles and 230 miles. ഇന്ന് സ്പീഡ് നമുക്ക് മൈൽസിലാണ്, miles/hour തന്നേക്കുന്നത്. രണ്ട് ക്വാണ്ടിറ്റി മൈൽസിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. miles/hour ആണ് തന്നിരിക്കുന്ന ടൈമും അവേഴ്സിലാണ് ആൻഡ് ഓപ്ഷൻസും മൈൽസിലാണ്. അതുകൊണ്ട് നമുക്ക് കൺവേർഷൻ നടത്തേണ്ട കാര്യം ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ആവറേജ് സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കുള്ള ആവറേജ് സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് ഓഫ് 50 miles/hour. എത്ര സമയത്തേക്കാണ് 50 miles/hour യാത്ര ചെയ്യുന്നത്? ആദ്യത്തെ 2.5 മണിക്കൂർ 2.5 hours 50 miles/hour യാത്ര ചെയ്യുന്നത്. 50 miles/hour ആദ്യത്തെ 2.5 മണിക്കൂറിൽ യാത്ര ചെയ്യുന്നത്. അടുത്ത 1.5 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 70 miles/hour ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ ഫാർ ഡിഡ് ദ ട്രെയിൻ ട്രാവൽ ഇൻ ദ എൻറ്റയർ 4 hours? ഈ മൊത്തം 4 മണിക്കൂർ യാത്ര ചെയ്തല്ലോ അല്ലേ. 2.5 മണിക്കൂറും 1.5 മണിക്കൂറും കൂടെ കൂട്ടുമ്പോൾ 4 മണിക്കൂർ. മൊത്തം 4 മണിക്കൂർ യാത്ര ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് നമുക്കറിയാലോ. ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സ്പീഡ് ഇൻറ്റു ടൈം. നമുക്ക് സ്പീഡ് അറിയാം, ടൈം അറിയാം. ഓരോ സമയവും അറിയാം, ടൈമും അറിയാം. കറസ്പോണ്ടിങ് ടൈമും അറിയാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡും അറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 50 miles/hour എത്ര സമയം എടുത്തു? 2.5 hours എടുത്തു. ഓക്കെ, ദെൻ 70 miles/hour എത്ര എടുത്തു? 1.5 hours എടുത്തു. ഇതല്ലേ കാണേണ്ടത് നമുക്ക്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയില്ലേ. സോ ഇത് സോൾവ് ചെയ്താൽ 50 × 2.5 എങ്ങനെ എഴുതാം? 2 2s are 4, 4 + 1 5, 5/2 എന്ന് എഴുതാം അല്ലേ. 5/2 + 70 × ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് അതിനെ വളരെ ഫ്രാക്ഷനായിട്ട് മാറ്റണം. 1 × 2 2 1 × 2 2 2 + 1 3, 3/2 എന്ന് എഴുതാം.
ഇതിനെ സോൾവ് ചെയ്തെടുത്ത ആൻസർ ആയില്ലേ. ഇതിൽ ഞാൻ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് ഒരു 1/2 ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ 50 × 5 ഇൻസൈഡ് വരും. ദെൻ ഇവിടെ 70 × 3 വരും. ഓക്കെ, ദാറ്റ് ഈസ് 1/2 × 50 × 5 250. Then 250 plus 70 × 3 210. That is 1/2 × 250 plus 210. That is 460. 460 ഹാഫ് എന്ന് പറയുന്നത് 230. ഓക്കെ, 230 മൈൽസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 230 മൈൽസ് എന്നതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 trains starting at the same time from 2 stations 200 km apart and going in opposite directions cross each other at a distance of 110 km from one of them. What is the ratio of their speeds? Options are 11:20, 9:20, then 11:9, 12:13. ഇതാണ് ഓപ്ഷൻസ്. എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ട്രെയിൻസ് അറ്റ് ദ സെയിം ടൈം 2 ഡിഫറെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എ ബി എന്നിരിക്കട്ടെ 2 ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 2 സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 കിലോമീറ്ററാണ്. 2 സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 കിലോമീറ്ററാണ്. ഇനി രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എ എന്നത് റൈറ്റിലേക്കാണ്, അപ്പോൾ ബി എന്നത് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 കിലോമീറ്റർ ഫ്രം വൺ ഓഫ് ദം. അപ്പോൾ ഒന്ന് മറ്റതിൽ നിന്ന് 110 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണത് തമ്മിൽ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സപ്പോസ് എ എന്നത് 110 കിലോമീറ്റർ വരുമ്പോൾ ഇത് ക്രോസ് ചെയ്യുന്നെന്ന് വയ്ക്കാം. ഓക്കെ, 110 കിലോമീറ്റർ 110 കിലോമീറ്ററിൽ അത് വെച്ച് അത് ക്രോസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്സ്? അവരുടെ സ്പീഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്നുള്ള ട്രെയിൻ 110 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ബിയുമായിട്ട് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബി എത്ര സഞ്ചരിച്ച് കാണണം? മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 കിലോമീറ്ററാണ്. ഓൾറെഡി എ എന്ന് പറയുന്നത് 110 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബി സഞ്ചരിക്കേണ്ടത് എത്രയാണ്? സഞ്ചരിച്ചിരുന്നത് എത്രയായിരിക്കാം? 200ൽ നിന്ന് 110 സബ്ട്രാക്ട് ചെയ്യുക. 200 മൈനസ് 110 എത്ര വരും? 90 വരും. അപ്പോൾ 90 കിലോമീറ്റേഴ്സാണ് ബി സഞ്ചരിച്ചത്. ഓക്കെ, 90 കിലോമീറ്റേഴ്സ് ആയിരിക്കും ബി സഞ്ചരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് പറയുന്നത്. ഇപ്പം ടൈം എടുക്കുന്നത് എക്സ് എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചാൽ നമ്മൾ ഓഫ് എ എന്ന് പറയുന്നതായിരിക്കും. സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 110/x കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചത്? 90 ആണ്. എത്ര സമയത്തിനുള്ളിൽ? സെയിം സമയമാണ്, എക്സ് തന്നെയാണ് അപ്പോൾ എടുത്തേക്കുന്നത്. 90/x കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 110/x ഈസ് ടു 90/x അല്ലേ? സ്പീഡ് തമ്മിലുള്ള റേഷ്യോ ഇതായിരിക്കും. അപ്പോൾ കോമൺ നമ്പറായ എക്സ് നമുക്ക് കളയാം. അപ്പം ഇങ്ങനെ 110/x ഈസ് ടു 90/x എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? 110/90 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാമല്ലോ. അപ്പോൾ 0 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 11:9 എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്താണ്? 11:9. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡിൻ്റെ എൻ്റെ സെക്ഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതിൻ്റെ പല എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.